കവിതാരാമത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കല്ലൂർ ഈശ്വരൻ പോറ്റിയുടെ കാവ്യശൈലി ലാവണ്യാധിഷ്ഠിതമായ ആവിഷ്കാരമാണ്. ഇദ്ദേഹത്തിൻ്റെ രചനകളിൽ സ്വന്തം അനുഭവങ്ങളും അനുഭൂതികളുമുണ്ട്. കവിയുടെ ആത്മാംശം പ്രത്യക്ഷമായും പരോക്ഷമായും കൂടിക്കലർന്ന വരികളായതിനാൽ കവിതകൾക്ക് വേറിട്ട വായനാനുഭവം പകർന്നു നൽകാനുള്ള ക്ഷമതയുണ്ട്. സമൂഹവുമായുള്ള നിരന്തരമായ ഇടപെടലുകൾ, യാത്രകൾ, നിരീക്ഷണങ്ങൾ ഒക്കെ ഇദ്ദേഹത്തിൻ്റെ കാവ്യരചനയെ സ്വാധീനിക്കാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മിക്ക കവിതകളിലും വായനക്കാർക്കായുള്ള ഒരു സന്ദേശം അടങ്ങിയിട്ടുണ്ടാകും. ഒരു സന്ദേശം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പൊതുവേ ഞാൻ എഴുതുന്ന എല്ലാ കവിതകളിലും എന്തെങ്കിലും ഒരു സന്ദേശം സമൂഹത്തിനോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഉയിർപ്പിൻ്റെ പൂക്കൾ എന്ന കവിതയിലും അത്തരത്തിലൊരു സന്ദേശം അതിനകത്ത് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ക്ഷണികമായ ജീവിതം കൊണ്ട് ധന്യമാക്കുന്ന ഒരുപാട് ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. താരതമ്യേന മറ്റ് ജീവികളെക്കാൾ ദീർഘമായ ഒരു ജീവിത ചക്രമാണ് മനുഷ്യനുള്ളത്. ഈ താരതമ്യേന ദീർഘമായ ഈ ജീവിത ചക്രത്തിൽ മനുഷ്യൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവൻ്റെ പ്രവൃത്തി കൊണ്ടുള്ള ഫലങ്ങൾ എന്ന് ഒരിക്കലും മനുഷ്യൻ തിരിഞ്ഞു നോക്കാറില്ല. അവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഗുണവും ദോഷവുമൊക്കെ അനുഭവിക്കുന്ന അവൻ മാത്രമല്ല, ഈ സമൂഹത്തിലെ സാധാരണ ജനങ്ങളും ഈ സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വിഭാഗങ്ങളും ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയിൽ നിന്നുള്ള ഗുണമായിരുന്നാലും ദോഷമായിരുന്നാലും അനുഭവിച്ചു പോരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മളെ പ്രകൃതിയിലേക്ക് കണ്ണ് തുറന്ന് വെച്ച് നോക്കിയാൽ കൊച്ചു ജീവിതം നയിക്കുന്ന ചിത്രശലഭങ്ങളെപ്പോലെയുള്ള പൂമ്പാറ്റകളെപ്പോലെയുള്ള ചെറിയ ജീവികൾ എന്തുമാത്രം ഗുണങ്ങളാണ് ഈ സമൂഹത്തിന് നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു ചുംബനത്താൽ വസന്തം വിരിയിക്കും ഈ ശലഭങ്ങളെത്ര ധന്യർ, ഒരു നിയോഗം പോലെ ക്ഷണികമാം സമയ കണികയിൽ പാറിപ്പറന്നിടുന്നു. ഒരു ചുംബനത്താൽ വസന്തം വിരിയിക്കും ഈ ശലഭങ്ങളെത്ര ധന്യർ, ഒരു നിയോഗം പോലെ ക്ഷണികമാം സമയ കണികയിൽ പാറിപ്പറന്നിടുന്നു. വിണ്ണിൻ്റെ ഗഗനമാം നീലിമ പുരളുന്ന കണ്ണുകളാഴക്കടലിൻ തുടിപ്പുകൾ, വിണ്ണിൻ്റെ ഗഗനമാം നീലിമ പുരളുന്ന കണ്ണുകളാഴക്കടലിൻ തുടിപ്പുകൾ, പൂവിൻ്റെ നിറമാണ് സത്യമെന്നറിയുന്ന ശലഭങ്ങൾ ഉയിർപ്പിൻ്റെ പുതുവസന്തം. പൂവിൻ്റെ നിറമാണ് സത്യമെന്നറിയുന്ന ശലഭങ്ങൾ ഉയിർപ്പിൻ്റെ പുതുവസന്തം. ബഹുവർണ്ണ ചിറകുകൾ പല വർണ്ണഭേദം നുകരും മധുവിന് രുചിഭേദമില്ല. ഉണരുന്ന ചിറകുകൾ ഭൂമിക്കു ഭാരമല്ലൊരു പൂവിൻ പ്രണയം പുതച്ചുറങ്ങും. ബഹുവർണ്ണ ചിറകുകൾ പല വർണ്ണഭേദം നുകരും മധുവിന് രുചിഭേദമില്ല. ഉണരുന്ന ചിറകുകൾ ഭൂമിക്കു ഭാരമല്ലൊരു പൂവിൻ പ്രണയം പുതച്ചുറങ്ങും. പൂവിൽ വന്ന് മധു നുകർന്ന് മധോന്മത്തനമായി പൂവുമായി പ്രണയത്തിലാകുന്ന ആ ശലഭം എത്ര മനോഹരമായ കാഴ്ചയാണ്. മൂവന്തി ചോക്കുന്നതറിയാതെ തെന്നിപ്പറക്കുന്നിതൾ വിട്ടിതളുകൾ തേടി. മൂവന്തി ചോക്കുന്നതറിയാതെ
തെന്നിപ്പറക്കുന്ന് ഇതൾ വിട്ടിതളുകൾ തേടി. കായ്ഫലം കണ്ണുമിഴിക്കുന്നതിൻ മുന്നേ കൊഴിയുന്നഴകിൻ മഴവില്ല് പോലെ. മൂവന്തി ചോക്കുന്നതറിയാതെ തെന്നിപ്പറക്കുന്ന് ഇതൾ വെട്ടിതളുകൾ തേടി. കായ്ഫലം കണ്ണുമിഴിക്കുന്നതിൻ മുന്നേ കൊഴിയുന്നഴകിൻ മഴവില്ല് പോലെ. പൂമ്പൊടി പരാഗണം ചെയ്താണല്ലോ കായ്കളുണ്ടാകുന്നത്. ഈ കായ്കൾ കണ്ണുമിഴിക്കുന്നതിന് മുതൽ തന്നെ ഈ ശലഭങ്ങളുടെ ക്ഷണികമായ ജീവിതം കൊഴിഞ്ഞു പോകും. എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് അല്ല അതിനന്തരേ ചെയ്തതാം കർമ്മം ഗണനീയം. എത്ര നാൾ ജീവിച്ചിരുന്നാലും അതിനകത്ത്, ആ ജീവിതത്തിനകത്ത് ചെയ്യുന്ന കർമ്മങ്ങളാണ് ഗണിക്കപ്പെടുന്നത്. ഇവിടെ പൂമ്പാറ്റയുമൊക്കെ ക്ഷണികമായ ജീവിതങ്ങൾ. ഒരു പൂവിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ദിവസമാണ്. ഒരു അസ്തമനത്തോടുകൂടി ഒരു പൂവ് കൊഴിഞ്ഞു വീഴും. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ചിറകുകൾ കൊഴിഞ്ഞ് പൂമ്പാറ്റയും ഇല്ലാതാകും. പക്ഷേ അവർ ചെയ്യുന്ന ആ കർമ്മത്തിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നത് പിന്നീട് വരുന്ന പിൻതലമുറയാണ്, അല്ലെങ്കിൽ അന്നമാണ് അവർ നിർമ്മിക്കുന്നതെന്ന സത്യം നമ്മളൊരു പക്ഷേ ശ്രദ്ധിച്ചിരിക്കില്ല, അല്ലെങ്കിൽ നമ്മളതിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് അല്ല അതിനന്തരേ ചെയ്തതാം കർമ്മം ഗണനീയം. പൂമ്പൊടിയേറ്റു പറക്കും ശലഭങ്ങൾ ഇക്ഷിതി പെറ്റോരുയിർപ്പിൻ്റെ പൂവുകൾ. പൂമ്പൊടിയേറ്റു പറക്കും ശലഭങ്ങൾ ഇക്ഷിതി പെറ്റോരുയിർപ്പിൻ്റെ പൂവുകൾ. ഇങ്ങനെ പൂമ്പൊടിയേറ്റ് ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്കും പിന്നെ അടുത്ത പൂവിലേക്കും ഇങ്ങനെ പറന്ന് പോകുന്ന ഈ പൂമ്പാറ്റയും അതുപോലെ ഈ പൂക്കളും ഈ പ്രപഞ്ചത്തിനാകെ അന്നം ഉണ്ടാക്കുന്നവരാണ്. പക്ഷേ ക്ഷണികമായ തുച്ഛമായ ജീവിതമാണ് അവരുടേത്. ആ തുച്ഛമായ ജീവിതത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് ഈ സകല ജീവജാലങ്ങൾക്കും അന്നവും അതുപോലെ ഭക്ഷണവും നൽകുന്ന ഈ ജീവികളെ നമ്മൾ അവഗണിക്കരുത് എന്ന ഒരു ദർശനത്തോടു കൂടിയുള്ള ഒരു കവിതയാണ് ഈ ഉയിർപ്പിൻ്റെ പൂക്കൾ. അല്ലെങ്കിൽ ഈ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന, അനുദിനം നശിച്ചുകൊണ്ടിരിക്കുന്ന, അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവജാലങ്ങളെ ഉയിർപ്പിലേക്ക് കൊണ്ടുവരുന്ന പിന്നെ ഘടകങ്ങളാണ്, പ്രകൃതിയുടെ ഘടകങ്ങളാണ് ഈ പൂമ്പാറ്റയും ഈ പൂവും. ഞാൻ ഈ കവിത പ്രസിദ്ധീകരിച്ചപ്പോൾ ചില അധ്യാപകർ തന്നെ, എൻ്റെ സുഹൃത്തുക്കളായ അധ്യാപകർ പറഞ്ഞു, ഇത് വായിച്ചപ്പോൾ കുമാരനാശാൻ്റെ ഒരു കവിതയെ ഓർമ്മ വന്നു. ഈ വല്ലിയിൽ നിന്ന് പൂക്കൾ പോകുന്നതാ പറന്നമ്മേ തെറ്റി നിനക്കുണ്ടി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇവയെല്ലാം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു കുട്ടിക്കവിത ഞങ്ങളുടെ ചില അധ്യാപകർ, അവർക്ക് ആ കവിത പഠിപ്പിച്ചിട്ടുള്ളവരാണ്. അവരെന്നെ വിളിച്ച് പറഞ്ഞു, ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞു, ഈ കവിത ഞങ്ങൾ വായിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഓർമ്മ, കുമാരനാശാൻ്റെ ഒരു കവിതയുടെ ഓർമ്മ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, കുമാരനാശാൻ്റെ ആ കവിതയും ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ കുമാരനാശാൻ്റെ ആ കവിതയുടെ അവസാനം പറയുന്നത്, ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് നിഗൂഢതകളുണ്ട്, നാമിങ് അറിവതൽപ്പം ഓമനേ ദൈവസങ്കല്പം. കുട്ടിയോട് അമ്മ സംശയങ്ങൾ തീർക്കുകയാണ്. ഇത് പൂക്കളല്ല, ഈ പൂവിൽ നിന്ന് പറന്നു പോകുന്നത് പൂമ്പാറ്റകൾ, ചെടിയിൽ നിന്ന് പറന്നു പോകുന്നത് പൂമ്പാറ്റകളാണ്. നാമിങ് അറിവതൽപ്പം, നമുക്ക് കുറച്ച് മാത്രമേ ഈ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകൾ അറിയാൻ പറ്റൂ. ഓമനേ ദൈവസങ്കല്പം, ഇതെല്ലാം ദൈവത്തിൻ്റെ സങ്കല്പങ്ങളാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് നിഗൂഢതകളും ദുരൂഹതകളും ഉണ്ട്. എല്ലാത്തിനും മറുപടി പറയാൻ ഈ അമ്മയ്ക്ക് കഴിയില്ല എന്ന് അമ്മയുടെ നിസ്സഹായത കുട്ടിയെ പറഞ്ഞ് ധരിപ്പിക്കുന്നതാണ് ആ കുട്ടിക്കവിതയെങ്കിൽ, ഇവിടെ ക്ഷണികമായ ഈ ജീവിതം കൊണ്ട് ധന്യമാകുന്ന കുറേ പ്രപഞ്ച ഘടകങ്ങളെ, പ്രപഞ്ചത്തിലുണ്ടാകുന്ന ഇതുപോലുള്ള പൂക്കളെയും ശലഭങ്ങളെയും വർണ്ണിക്കുന്ന ഒരു കവിതയാണ്. ഏതായിരുന്നാൽ കുമാരനാശാൻ്റെ കവിതയെ ഓർമ്മിപ്പിക്കുവാൻ ഈ കവിതയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ മനസ്സിനകത്ത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ ഉയിർപ്പിൻ്റെ പൂക്കൾ എന്ന കവിത വളരെ ശ്രദ്ധേയമായതും അങ്ങനെയാണ്. എൻ്റെ കവിതാശേഖരത്തിൽ ഞാൻ എഴുതിയ മറ്റൊരു കവിതയാണ് അഭയാർത്ഥികൾ. അഭയാർത്ഥികൾ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ, അത് കേൾക്കുമ്പോൾ തന്നെ എന്താണ് അഭയാർത്ഥികൾ എന്ന് നമുക്കറിയാം. സ്വന്തം ഇരിപ്പിടം, സ്വന്തം ജന്മസ്ഥലം വിട്ടെറിഞ്ഞു പോകുന്ന മനുഷ്യർ ഇന്ന് കൂടിക്കൂടി വരികയാണ്. യുദ്ധഭീതി മൂലവും കുടിയൊഴിപ്പിക്കൽ മൂലവുമൊക്കെ മനുഷ്യർ സ്വന്തം ഇടങ്ങൾ, തങ്ങൾ കരുപ്പിടിപ്പിച്ച ജീവിതം തുടങ്ങിവെച്ച ഇടങ്ങളിൽ നിന്ന് ആ ജീവിതം ഒരു പ്രത്യേക തലത്തിലെത്തുമ്പോൾ
ഒരു സുഖകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവിടുന്ന് ഇറങ്ങി ഓടേണ്ടി വരുന്ന എല്ലാം ഉപേക്ഷിച്ച് കുടുംബത്തെയും കുടുംബാംഗങ്ങളെയുമൊക്കെ ഉപേക്ഷിച്ചിട്ട് അവർ അന്യനാടുകളിലേക്ക് മറ്റ് നാടുകളിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് നമുക്ക് ചുറ്റും. നമുക്കറിയാം ഉക്രൈനിലേക്ക് റഷ്യയുടെ അധിനിവേശം, ഗാസയിലേക്ക് ഇസ്രായേലിൻ്റെ അധിനിവേശം. ഈ അധിനിവേശങ്ങളൊക്കെ മനുഷ്യ ചരിത്രത്തിലെ കറുത്ത ഏടുകളാണ്. ചരിത്രത്തോട് കാണിക്കുന്ന നീതികേടാണ് ഇത്തരം അധിനിവേശങ്ങൾ. മനുഷ്യ സംസ്കാരത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്നവരാണ് ഇത്തരം അധിനിവേശങ്ങൾ ചെയ്യുന്നതും മനുഷ്യനെ പച്ചയ്ക്ക് ചുട്ടുകൊല്ലുന്നതും ജീവിതങ്ങളെ വേരോടെ ഒരു പ്രദേശത്ത് നിന്ന് പറിച്ച് എറിയുന്നതുമൊക്കെ ക്രൂരമായ ഫാസിസ്റ്റ് ചിന്താഗതിയുള്ള ഭരണകൂടങ്ങൾക്കും അധികാര പ്രമത്തരായവർക്കും മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. മനുഷ്യത്വമുള്ളവർ അതിനെതിരെ പ്രതികരിക്കും. പക്ഷേ പലപ്പോഴും അത് നോക്കി നിൽക്കാനേ നമുക്ക് കഴിയുന്നുള്ളൂ. ഈ അഭയാർത്ഥികൾ എന്ന ഈ കവിത ഞാൻ എഴുതുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ ഉക്രൈനിലേക്കുള്ള റഷ്യയുടെ അധിനിവേശവും അതുപോലെ ഗാസയിലേക്ക് നടത്തുന്ന ആക്രമണങ്ങളുമൊക്കെ കണ്ടുകൊണ്ടാണ്. അല്ലെങ്കിൽ അതെല്ലാം ഇങ്ങനെ അതിൻ്റെ വാർത്തകൾ എല്ലാ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ലോകത്ത് തന്നെ അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അവസരത്തിലാണ് ഈ അഭയാർത്ഥികൾ എന്ന ഒരു കവിത എൻ്റെ മനസ്സിൽ പിറന്നു വീഴുന്നത്. അപ്പോൾ ജന്മനാട്ടിൽ നിന്ന് പറിച്ചെറിയുന്നവർ അവർ ഭാണ്ഡവും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം തിരിച്ചു വരാൻ അവർക്ക് കഴിയില്ല. അവരതുവരെ കെട്ടിപ്പടുത്ത ജീവിതം തകർന്നു പോവുകയാണ്. അവരുടെ കുടുംബാംഗങ്ങൾ ഒരിക്കലും ഒന്നിക്കില്ല. അവരിങ്ങനെ പല വഴിക്ക് അവർ പോവും. അച്ഛനും മക്കളും സഹോദരങ്ങളുമൊക്കെ ഭാണ്ഡവും മുറുക്കി 4 ഭാഗത്തേക്ക് ചിതറിപ്പോവുകയാണ്. ഈ ചിതറിപ്പോകുന്നവരൊന്നും ഒരിക്കലും തിരിച്ച് ഒന്നിക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം മറ്റൊരു കരയിൽ പോയി, മറ്റൊരു പ്രദേശത്ത് പോയി അവരവിടെ ജീവിതം പടുത്തുയർത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രമിച്ചാൽ തന്നെയും അവിടെ ജീവിതം കരിപ്പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരിക്കലും ജന്മനാട്ടിലേക്ക് വരാൻ അവർക്ക് സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയെക്കുറിച്ച് മലയാളികളായ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. കാരണം അത്ര ശീതളമായ ഒരു അന്തരീക്ഷത്തിൽ, ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലാണ് നാമൊക്കെ ജീവിച്ചു പോരുന്നത്. പാലസ്തീൻ്റെ ഒരു ദേശീയ കവിയുണ്ട്, മെഹദൂദ് ദാർവേഷ് എന്ന് പറയുന്ന ഒരു കവി. അദ്ദേഹം പാലസ്തീൻ അനുകൂല ചിന്തയുള്ളവനാണ്. അദ്ദേഹം പാലസ്തീൻകാരനാണ്. അദ്ദേഹം പാലസ്തീനിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ടു. അപ്പോൾ പാലസ്തീൻ്റെ കാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ പല കവിതകളിലും നൊമ്പരമായി പടർന്നു കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഇടയ്ക്കൊന്ന് വായിക്കാൻ കിട്ടിയത് കൊണ്ടുകൂടിയായിരിക്കണം അതിൻ്റെ മലയാള പരിഭാഷ മൊഴിമാറ്റങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ. അദ്ദേഹം അറബിലാണ് കവിത എഴുതുന്നത്. അദ്ദേഹം 2008 നമ്മെ വിട്ടുപോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ കവിതകളൊക്കെ വായിച്ചപ്പോൾ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ പരിമിതമായ അറിവ് കൊണ്ട് ആ കവിതകളെ ഞാൻ വായിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഈ ക്രൂരമായ ആക്രമണങ്ങൾ, മനുഷ്യന് നേരെയുള്ള, മനുഷ്യ സംസ്കാരത്തെ അസ്തമിപ്പിക്കുന്ന, ഇന്ന് വരെ നേടിയ മനുഷ്യൻ്റെ ചരിത്രത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഈ അധിനിവേശങ്ങൾ, അത് മനുഷ്യന് ഭൂഷണമല്ല, മനുഷ്യ സംസ്കാരത്തിനെ ഭൂഷണമല്ല. മനുഷ്യ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പലരും നിർവചിച്ചിട്ടുണ്ട്. മനുഷ്യ സംസ്കാരം എന്ന് പറഞ്ഞാൽ അപരദുഃഖത്തെ ഒപ്പുന്നതാണ് മനുഷ്യ സംസ്കാരം. അതാണ് മനുഷ്യ സംസ്കാരത്തിൻ്റെ ഏറ്റവും നൂതനമായ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു നിർവചനം എന്ന് പറയുന്നത്. അപരദുഃഖത്തെ, അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റൊരാൾക്ക് കൂടി ഗുണപരമായി മാറിയാൽ ഞാൻ സംസ്കാര സമ്പന്നനാണ് എന്ന ചിന്ത ഉള്ളവരായിരിക്കണം ഈ പുതിയ ലോകത്ത് ജീവിക്കേണ്ടവർ. എന്നാൽ പഴയ ലോകത്തിൻ്റെ ഫാസിസ്റ്റ് മുഖങ്ങളുമായി ഇരിക്കുന്ന അധികാര കസേരകളിൽ വിട്ടുപോകാത്ത അധികാരം ഉറപ്പിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാർ എപ്പോഴും ഇത്തരം അധിനിവേശങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ജനങ്ങളെ അവരുടെ വാസസ്ഥലത്ത് നിന്ന് പറിച്ചെറിയപ്പെടുകയും കുട്ടികളെ കൊല്ലുന്നതിൽ വരെ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു അധികാരവർഗം ഇന്ന് ലോകത്ത് രൂപപ്പെടുന്നുണ്ട്. അതിനെതിരെ തീർച്ചയായിട്ടും ജനാധിപത്യ വിശ്വാസികൾ, മനുഷ്യസ്നേഹികളിൽ സംസ്കാര സമ്പന്നരായ മനുഷ്യർ അതിനെതിരെ ചിന്തിക്കണം. പലപ്പോഴും നമുക്ക് ആയുധമെടുത്ത് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിലും ഗാന്ധിജി പറഞ്ഞതുപോലുള്ള ഒരു സഹന സമരമെങ്കിലും നമുക്ക് അതിനെതിരെ വിരൽ ചൂണ്ടാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഒരു ധന്യമായ ജീവിതം ആണെന്ന് ഞാൻ പറയും. എന്തായിരുന്നാലും അഭയാർത്ഥികൾ എന്ന കവിതയിലെ വരികളിലേക്ക് ഞാൻ കടക്കുകയാണ്. മണ്ണിൽ വന്നു പിറന്നവരൊക്കെയും ജന്മനാട്ടിൽ മുളച്ചു വളർന്നവർ, നെഞ്ചുരുകി പ്രണയിച്ച നാടിനെ വിട്ടെറിഞ്ഞോടും അന്യദേശങ്ങളിൽ. മണ്ണിൽ വന്നു പിറന്നവരൊക്കെയും
ജന്മനാട്ടിൽ മുളച്ചു വളർന്നവർ നെഞ്ചുരുകി പ്രണയിച്ച നാടിനെ വിട്ടെറിഞ്ഞോടും അന്യദേശങ്ങളിൽ. ചോരവാർന്നു ചുവക്കും പുഴകളും തീമഴ പെയ്ത് പൊള്ളും കരകളും പിഴുതെറിയുന്നു വേരോടെ നിർദ്ദയം നിന്റെ നാളത്തെ അധ്വാന സൗഭഗം. ചോരവാർന്നു ചുവക്കും പുഴകളും തീമഴ പെയ്ത് പൊള്ളും കരകളും പിഴുതെറിയുന്നു വേരോടെ നിർദ്ദയം നിന്റെ നാളത്തെ അധ്വാന സൗഭഗം. കാരിരുമ്പിൻ ഹൃദയം തുടിക്കുമോ കരളലിയിക്കും രോദനം കേൾക്കവേ ആയിരുന്നവരാ മണ്ണിനെത്രയും പ്രിയതരം ആരുമല്ലെന്ന ദുർവിധി. ആയിരുന്നവരാ മണ്ണിനെത്രയും പ്രിയതരം ആരുമല്ലെന്ന ദുർവിധി. രക്തമൂർന്നു നിറഞ്ഞ തലൊട്ടിയിൽ സ്വർഗരാജ്യം തിരഞ്ഞു നടപ്പവർ പിഞ്ചുമാംസങ്ങൾ വെട്ടിയ വാൾമുന് തുമ്പുയർത്തിയാണ് ആനന്ദ നർത്തനം. പിഞ്ചുമാംസങ്ങൾ വെട്ടിയ വാൾമുന തുമ്പുയർത്തിയാണ് ആനന്ദ നർത്തനം. ചുട്ടുപൊട്ടിച്ച വാസഗേഹങ്ങൾ തൻ ശിഷ്ടമൃന്മയ കൂനയ്ക്കടിയിലായി വീണുടഞ്ഞ കനവിൻ കബന്ധങ്ങൾ കഷ്ടമേ യുദ്ധനീതി തൻ കാഴ്ചകൾ. ചുട്ടുപൊട്ടിച്ച വാസഗേഹങ്ങൾ തൻ ശിഷ്ടമൃന്മയ കൂനയ്ക്കടിയിലായി വീണുടഞ്ഞ കനവിൻ കബന്ധങ്ങൾ കഷ്ടമേ യുദ്ധനീതി തൻ കാഴ്ചകൾ. പോരടിക്കുന്ന സമ്പ്രദായങ്ങളിൽ പേരിനെങ്കിലുമുണ്ടോ മനുഷ്യത്വം. ജന്മഗേഹം പിടിച്ചങ്ങെടുക്കുവോർ കഷ്ടകാലം പതിച്ചു നൽകിയിടുന്നു. പോരടിക്കുന്ന സമ്പ്രദായങ്ങളിൽ പേരിനെങ്കിലുമുണ്ടോ മനുഷ്യത്വം. ജന്മഗേഹം പിടിച്ചങ്ങെടുക്കുവോർ കഷ്ടകാലം പതിച്ചു നൽകിയിടുന്നു. അറ്റുവീണവരേറെ പ്രിയങ്കരർ വിട്ടുപോകുവതെങ്ങനെ ചിന്തിതം. അറ്റുവീണവരേറെ പ്രിയങ്കരർ വിട്ടുപോകുവതെങ്ങനെ ചിന്തിതം. ആയുധക്കുഴൽ ഗർജിപ്പു പിന്നിലായി ചുട്ടിടും വിട്ടൊഴിഞ്ഞു പോയിടുക. ആയുധക്കുഴൽ ഗർജിപ്പു പിന്നിലായി ചുട്ടിടും വിട്ടൊഴിഞ്ഞു പോയിടുക. ദൈവനീതി മതം ദർശനങ്ങളും കാവ്യനീതിയും സംസ്കാരമേന്മയും തോറ്റു പിന്മാറി ഊഷരാചിത്തമായി ആസുരവെറി മൂക്കും മണൽക്കാടായി. ദൈവനീതി മതം ദർശനങ്ങളും കാവ്യനീതിയും സംസ്കാരമേന്മയും തോറ്റു പിന്മാറി ഊഷരാചിത്തമായി ആസുരവെറി മൂക്കും മണൽക്കാടായി. കുഞ്ഞുകുട്ടി പരാധീനരായവർ ചെന്നിണത്തിൽ നനഞ്ഞ പ്രതീക്ഷകൾ. കുഞ്ഞുകുട്ടി പരാധീനരായവർ ചെന്നിണത്തിൽ നനഞ്ഞ പ്രതീക്ഷകൾ. ഇന്നലെകൾ എരിഞ്ഞങ്ങടങ്ങിയ കൂടുവിട്ടു പലായനം ചെയ്യുകയായി. ഇന്നലെകൾ എരിഞ്ഞങ്ങടങ്ങിയ കൂടുവിട്ടു പലായനം ചെയ്യുകയായി. ആരുടേതാണീ ഭൂമിയും വാനവും ആരു ചൊന്നിട്ടു വീശുന്നു വായുവും. ആരുടേതുമല്ലാതെ വിശാലമാം വൻകരകൾ കടലും വിഹായസും. ഈ ഭൂമിയും വാനവും ഒക്കെ ആരുടേതാണ്? ഇത് ആരുടേതുമല്ല, അധികാരത്തിലിരിക്കുന്ന ആരുടേതുമല്ല. അവരാരും കൊണ്ടുവന്നതല്ല, അവരാരും ഈ ഭൂമി വിട്ടുപോകുമ്പോൾ കൊണ്ടുപോകുന്നുമില്ല. അങ്ങനെയുള്ള ആരുടേതുമല്ലാത്ത ഈ കരയും കടലും ആകാശവും പക്ഷികൾക്ക് സ്വതന്ത്രമായി പാറിപ്പറക്കാൻ കഴിയുന്ന ആകാശം, അതെല്ലാം അടക്കി വാഴുന്ന ഒരു ന്യൂനപക്ഷ ഫാസിസം നമ്മുടെ ഈ ആധുനിക സംസ്കാരത്തിലും ഉയർന്നു വരുന്നു എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ആരുടേതാണീ ഭൂമിയും വാനവും ആരു ചൊന്നിട്ടു വീശുന്നു വായുവും. ആരുടേതുമല്ലാതെ വിശാലമാം വൻകരകൾ കടലും വിഹായസും. ശിഷ്ടജീവിതം മാറാപ്പിലേറ്റിയോർ, ശിഷ്ടജീവിതം മാറാപ്പിലേറ്റിയോർ ലക്ഷ്യമില്ലാതെ പായും തണൽ തേടി. ശിഷ്ടജീവിതം മാറാപ്പിലാക്കിയോർ ലക്ഷ്യമില്ലാതെ പായും തണൽ തേടി. അഭയമില്ലാതെ രക്ഷിതാപാതയിൽ
ചിതറിയോടിയോരെങ്ങാൻ മടങ്ങുമോ. അഭയമില്ലാതെ അരക്ഷിതാപാതയിൽ ചിതറിയോടിയോരെങ്ങാൻ മടങ്ങുമോ. ഇങ്ങനെ ബോംബ് വീഴുമ്പോൾ, വെടിയുണ്ടകൾ തുളച്ചു കയറുമ്പോൾ, കുടുംബം വിട്ടോടുന്ന, ബന്ധുക്കളെ വിട്ടോടുന്ന, ഇങ്ങനെ ചിതറിയോടുന്ന മനുഷ്യർ ഏതെങ്കിലും ഒരു കാലത്ത് അവർക്ക് ഈ യുദ്ധഭൂമിയിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. അത്രയ്ക്ക് ഭീകരമാണ് ഈ യുദ്ധമുഖങ്ങൾ. അഭയമില്ലാതെ അരക്ഷിതമായ പാതയിൽ ചിതറി ഓടുന്നവർ എങ്ങാൻ മടങ്ങുമോ. എപ്പോഴെങ്കിലും അവർക്ക് മടങ്ങാൻ കഴിയുമോ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ പോലും അവർക്ക് മടങ്ങിയെത്താൻ കഴിയുമോ എന്ന ഒരു ആശങ്ക ഈ കവിതയിലൂടെ ഞാൻ ഉന്നയിക്കുകയാണ്. അത് ഇന്ന് നടമാടുന്ന, ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന, ഈ ലോകത്ത് കാണുന്ന അധിനിവേശങ്ങളെ ചെറുക്കാൻ ഒരു ചെറിയ കവിത കൊണ്ട് കഴിയില്ല, വാക്കുകൾ കൊണ്ട് കഴിയില്ല. ഇത് അധിനിവേശങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, അധിനിവേശങ്ങൾക്ക് വേണ്ടി ആയുധം കൂട്ടിവെക്കുന്ന ആ നരാധമന്മാരുടെ മനസ്സിലേക്ക് വേണം ഇത്തരം സ്നേഹഗീതികൾ കയറിപ്പറ്റാൻ. അതിന് സാധ്യതകളൊന്നും ഈ അവസരത്തിൽ കാണുന്നില്ല. എങ്കിലും ഈ വരികൾക്ക് ആരുടെയെങ്കിലും മനസ്സിൽ എന്തെങ്കിലുമൊക്കെ സഹാനുഭൂതികൾ ഉറവെടുക്കാൻ, സഹാനുഭൂതികൾ നിർമ്മിക്കുവാൻ സാധിക്കുമെങ്കിൽ എൻ്റെ ഈ കവിത കൊണ്ട് ഞാൻ ധന്യനായി. കവിതാരാമത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം.